ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ചെറിയ ചെറിയ ദിക്റുകളെ കൊണ്ടും ദുആകളെ കൊണ്ടും വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കും. കാരണം നൽകുന്നവൻ മുഅ്തി അള്ളാഹുവാണ്. അവൻ ബഖീലല്ല. എത്ര കൊടുത്താലും അള്ളാഹുവിൻ്റെ ഖജനാവ് വറ്റില്ല. പിന്നെന്താ അള്ളാഹ് നമുക്ക് തിന്നോട്ടെ? കേൾക്കി, നമുക്കെല്ലാവർക്കും അറിയാം. വശഹാദത്താനി അഖിബഹു, വുളൂ കഴിഞ്ഞാൽ ഉടൻ 2 ഷഹാദത്ത് ചൊല്ലൽ സുന്നത്താണ്. എങ്ങനെ? മുസ്തഖിബില്ലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട്, റാഫിഅൻ യദൈഹി വബസറഹു ഇലസ്സമാ, 2 കൈയും കണ്ണൊക്കെ ആകാശത്തേക്ക് ഉയർത്തി. ഇങ്ങനെയല്ല, എന്താ മേലോട്ട്, കണ്ണും മേലോട്ട് ഉയർത്തി. ബലോ അയമ, ഓന് കണ്ണില്ലാത്ത അന്ധനാണ്, എന്നാലും ചൊല്ലുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അത്ര നമ്മളെ മദ്രസയിലെ ബുക്കിൽ പിന്നെ എല്ലാ റിപ്പോർട്ടുകളും കൂട്ടി യോജിപ്പിച്ചേക്കാണ്. ഇനി വേറെ റിപ്പോർട്ടുകൾ കുറച്ചും കൂടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ജൽമുത്ത് തഹ്രീനൊക്കെ. അപ്പം ഇതിലിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ചൊല്ലിയാളെ കൂലി എന്താ അറിയോ? ലിമാ റവാ മുസ്ലിമുൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ, വല്ലവനും വുളൂ എടുത്തു കഴിഞ്ഞു, അങ്ങനെ ഫഖാല, അവൻ പറയുകയും ചെയ്തു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേരത്തെ പറഞ്ഞ ആ ദിക്ർ അവസാനം വരെ പറഞ്ഞു, വ റസൂലുഹു വരെ. എന്നാൽ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവന് മലർത്തിടപ്പെടും, തുറക്കപ്പെടും. എന്നിട്ടോ യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവൻ ഉദ്ദേശിച്ച കവാടങ്ങളിലൂടെ ഓനാണ്ട് കയറിപ്പോവാം. എന്തിനാപ്പം ഈ 8? അത് ഇക്രാമല്ലഹു, ഓൻ ആദരിക്കുകയാണത്. അവനെ ആദരിച്ചുകൊണ്ടാണ് 8 അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. വൈല്ല, ഇവിടെ ആദരവല്ലെങ്കിൽ ഫമഅലൂമുൻ അന്നഹു ലാ യദ്ഖുലു ഇല്ലാ മിൻ വാഹിദിൻ, നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റ വാതിലുള്ളേ കയറുള്ളൂ. അതേതാ വാതിൽ? അത് വഹുവ മാ സബഖ ഫീ ഇൽമിഹി തആലാതുഹു, അത് അല്ലാഹു തആല ഏതാ കണക്ക്. പിന്നെ എത്ര 8 കവാടം? അത് അങ്ങനെയുണ്ടല്ലോ, വലിയ വലിയ ആളുകൾ വരുമ്പോൾ എല്ലാവരും കൂടി കസാന നിർത്തിയേക്കും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അതാ വരുന്നയാൾ ആദരിക്കുകയാണ്. അതല്ലാതെ മുമ്പരെല്ലാ കസാല ഇരിക്കാനാണോ? അപ്പം ഇക്രാമിന് വേണ്ടി 8 കവാടങ്ങളും തുറന്നെടുക്കും. ഇഷ്ടം പോലെ ഏതിലൂടെ അവന് കയറാം. എന്താ വേണ്ടിയപ്പോൾ? വുളൂ കഴിഞ്ഞ ഉടനെ തന്നെ ഇത്ര ചൊല്ലുക. മാഷാ അല്ലാഹ്, എത്ര കൂലി! ഏതൊക്കെയാണ് 8 കവാടങ്ങൾ? എവിടെ? വഹിയ ബാക്കി ബാബു സ്വല, നിസ്കാരക്കാരുടെ ഗേറ്റുണ്ട്. ബാബു സ്വതക്ക, സ്വതക്ക ചെയ്യുന്ന ഒരു പ്രത്യേക ഗേറ്റുണ്ട്. പിന്നെ ബാബു സൗം, അതിന് റയ്യാനെന്നും പറയലുണ്ട്. പിന്നെന്താ? ബാബുൽ ജിഹാദ്, യുദ്ധം ചെയ്ത് ഇസ്ലാമികമായിട്ട് നിയമപ്രകാരമുള്ള ജിഹാദ് ചെയ്താൽ അവർക്ക് വേണ്ടി മാത്രമേ വാതിലുണ്ട്. ബാബു തൗബത്തി വ ബാബു കാളിമീനൽ ഗൈൽ വൽ ആഫീന അനിന്നാസ്, ബാബു റാളീൻ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ പൂമാല പോലെ സ്വീകരിച്ച്, എല്ലാം സ്വീകരിച്ച് അതിൽ തൃപ്തിപ്പെടുന്ന ആളുകൾക്കുള്ള വാതിൽ. പിന്നെന്താ? ബാബു ബാബുൽ ഐമൻ, വയദ്ഖുലു മിൻഹു മല്ലാ ഹിസാബ അലൈഹി, വിചാരണ ഇല്ലാത്ത ആളുകൾ കയറുന്ന ബാബാണത്. അങ്ങനെ 8 കവാട. വുളൂവിൻ്റെ ശേഷം ഈ ചെറിയ ദിക്ർ ചൊല്ലുന്നയാൾക്ക് ഈ 8 കവാടവും തുറന്നു കൊടുക്കും. അതോരോ പ്രത്യേകക്കാര കവാടങ്ങളാണ്.
എന്നാൽ ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടമുള്ളേ കൂടെ കയറാം. എന്ത് മതി? ഈ ചെറിയ ദിക്റ് നമുക്ക് എല്ലാവർക്കും കാണാപ്പെടാം. എന്നും മുഴുവന് ശേഷം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.